ഇന്നത്തെ ദിവസം അതായത് 99ാമത്തെ 99th ഡേ ബിഗ് ബോസ് സീസൺ 6 മലയാളം ഇന്ന് ലൈവിൽ നടന്ന സംഭവങ്ങളാണ്. അതായത് ഗബ്രിയും ജാസ്മിനും വന്നിട്ട് ഡനിലിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ അവർ സമയം കണ്ടെത്തി സംസാരിക്കുകയാണ്. കാരണം അവർ ആ വീഡിയോസ് കണ്ടു, അവരെ പല സാഹചര്യങ്ങളിൽ പല ആംഗിളിലൂടെ അവർ വീഡിയോസ് കണ്ടു. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളും മനസ്സിലായ പോലെ തന്നെ രണ്ടുപേർക്കും, പ്രത്യേകിച്ചും ജാസ്മിൻ. കാരണം ഗബ്രി പുറത്ത് പോയി വന്ന ആളാണ്. അവനറിയാം എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും. പക്ഷേ അത് ഗബ്രി തീരെ ഭാവിച്ചില്ല. ഗബ്രി ചെയ്തത് ഇവിടുന്ന് പോയ അതേ റേറ്റിൽ തന്നെ തിരിച്ച് വന്നിട്ട് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തത്, അല്ലാതെ ഒരു മാറ്റം ചെയ്തില്ല അതിൽ. അപ്പോൾ പക്ഷേ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ജാസ്മിൻ പക്ഷേ പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഭയങ്കര നെഗറ്റീവ് അല്ല, ഏതായാലും നെഗറ്റീവാണ്. കാരണം ഇവിടെ എടുത്ത കാര്യം നമുക്ക് ഇവിടുത്തെ സാഹചര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ്, കാരണം അവർ അത് അത്ര കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ പുറത്ത് എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് എന്താ പറയുക, അതെല്ലാം മറന്ന് ഒരു ഇത് ചെയ്യാമെന്നാണ്. അപ്പോഴേക്കും ഗബ്രി പറയുന്നുണ്ട്, നിനക്കറിയില്ല ജാസ്മിൻ, ഞാൻ നിനക്ക് പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു തന്നില്ല. പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മളവിടെ പോയിട്ടേ മനസ്സിലാവുള്ളൂ. ഞാൻ നിനക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നില്ല എന്നാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും പിന്നെയും കൈക്കുറപ്പായി അതായി. പക്ഷേ ആ സമയത്ത് ഗബ്രി എന്താണ് കാണിച്ചത്? ഗബ്രി എന്താ കാണിക്കേണ്ടത്? ഗബ്രി എല്ലാം കണ്ടതാണ്. അപ്പോൾ ഗബ്രി കയറിയ സമയത്ത് ഒരു അകൽച്ച കാണിച്ചു. ഗബ്രി ചെയ്യേണ്ടതെന്നാണ് അത് കറക്റ്റ് കാണിച്ചു തന്നത്. അകലച്ചല്ല, അതായത് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയാം. ഇനി പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ നെഗറ്റീവ്, വളരെ കൂട്ടുള്ളൂ എന്ന്. അപ്പോൾ നെഗറ്റിവിറ്റി കൂട്ടത്തുള്ളൂ എന്ന് അവനറിയാം. പക്ഷേ അവൻ ചെയ്തതെന്താ, പകരം വീട്ടുന്ന പോലെ. അതായത് ഇവൾ കാരണമാണ് ഞാൻ പോയത്, അതുകൊണ്ട് ഇവൾക്ക് അത് നെഗറ്റിവിറ്റി വരട്ടെ, ഇനിയും വരട്ടെ. അതേപോലെ പുറത്ത് ജാഫർക്കൊക്കെ പ്രശ്നമാവട്ടെ, നീ കണ്ടടാ ഇനി ഞാൻ എന്താ കാണിക്കുന്നത് എന്ന് പോലെ പകരം വീട്ടുന്ന പോലെയാണ് ഇവിടെ കൂടുതൽ ജാസ്മിൻ്റെ കൂടെ നിന്ന് പിന്നെയും പഴയതിനെക്കാട്ടും കൂടുതലായിട്ട് അവളുടെ അടുത്ത് പോയി നിൽക്കലും കൈപിടിക്കലും അതാക്കലും. അതിൻ്റെ അവിടെ ആവശ്യമില്ല, ആ ആക്ടിങ്ങിൻ്റെ അവിടെ ആവശ്യമില്ലെന്നാണ്. ആക്ച്വലി അതിൻ്റെ ഒരു ആവശ്യമില്ല അവിടെ. എന്താണ് ഗബ്രി ചെയ്തത്? ഗബ്രി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പുറത്തുനിന്ന് വീണ്ടും അകത്ത് കയറിയ എല്ലാ മത്സരാർത്ഥികളും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, എന്താ ഗബ്രി കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇന്ന് വീണ്ടും ജാസ്മിൻ, ഗബ്രി ആൻഡ് റസ്മിൻ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അവരുടെ ഫേവറേറ്റ് പ്ലേസിൽ. അപ്പോൾ ഗബ്രി എന്ന് വെച്ചാൽ ആ പാട്ടും എടുത്ത് പാടാണ്. എന്താ പറയുക, ഒരു പാട്ടുണ്ട്, വീണ്ടും ഒരു എൻ്റെ സാന്ത്വന രേണു എന്ന് പറയുമ്പോഴേക്കും റസ്മിൻ പറയുന്നുണ്ട്, ഗബ്രി മതിയടാ, ഗബ്രി ഇപ്പോൾ ഇതല്ല വേണ്ടത്. അവൾ ഒരു ദിവസമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ അവൾ ജയിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നിമിഷം അവൾ ജയിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ ചെയ്യേണ്ടത്, നമ്മൾ അവൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ ഈ എന്താ പറയുക, ഇങ്ങനെ പാട്ട് പാടിയിട്ട് അവളുടെ നീ ചെയ്യുന്നത് തെറ്റാണ്, ഇതെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ അവളുടെ ലക്ഷ്യം ജയിക്കുക എന്നതാണ്. അപ്പോൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കലക്കി ഈ റസ്മിൻ പറഞ്ഞത് കലക്കി നല്ല നമ്പർ 1 പോയിൻ്റാണ് അത്. റസ്മിനെ അത് ഇപ്പോഴല്ലായിരുന്നു. റസ്മിൻ കയറിയപ്പോൾ എന്താ ചെയ്തത്? റസ്മിൻ കയറിയപ്പോഴും തന്നെ ചെയ്തത്. റസ്മിൻ കയറിയ സമയത്തും ജാസ്മിൻ്റെ കൂടെ ഇരുന്നിട്ട് അതൊന്നുമല്ല മോളെ, നീ പൊളിയാണ്, ഇതാണ് റസ്മിൻ, നീയും അതേപോലെ ജാസ്മിനെ അങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്തില്ലേ. പകരം റസ്മിൻ പറഞ്ഞു കൊടുക്കുക വേണ്ടത് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതേ ഇപ്പോൾ സംസാരിച്ച പോലെയാണ് ചെയ്യേണ്ടത്. ജയിക്കണം എന്നുണ്ടെങ്കിൽ അവളുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ചെയ്യുന്ന പോലെ അവളുടെ ആ കളിയിൽ അവൾ നിർത്തിച്ച് അവളെ കൊണ്ട് പോസിറ്റീവ് ആക്ഷൻസ് കാണിക്കാണ് പറഞ്ഞു കൊടുക്കുക വേണ്ടതെന്ന് റസ്മിൻ. അല്ലാതെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതേപോലെ റസ്മിൻ കയറിയ സമയത്ത് ചെയ്യേണ്ടായിരുന്നു. ഇപ്പോൾ ഗബ്രി പറഞ്ഞു കൊടുക്കുക, അവളെന്താ ഇപ്പോൾ കാണിച്ചു, അവളെന്താ പറയുന്നത്, ഇങ്ങനെ നീ പോയിട്ടുണ്ടെങ്കിൽ നീ കംപ്ലീറ്റ് നെഗറ്റീവ് എന്താവുന്നു. ഗബ്രി ചെയ്യുന്നതാണ് ഏറ്റവും തെറ്റ്. ഗബ്രി ചെയ്തത് ഏറ്റവും തെറ്റ് തന്നെ. കാരണം ഗബ്രിക്ക് അറിയാം പുറത്താണ് നടക്കുന്നത്. ഗബ്രി ഇവിടുന്ന് പോകുമ്പോൾ ചെയ്തത് അതേ സംഭവം കുറച്ചും കൂടി ഒന്ന് മെഴുകിപ്പറ്റി ഒന്നും കൂടി എന്താ പറയുക, അതിനെ സോപ്പിട്ട് ഒന്നും കൂടി ഒന്ന് മുഴിപ്പിച്ച് ഒന്നുകൂടി അതിനെ സോപ്പിട്ട് വല്ലാതെ ഒന്ന് എന്താ പറയുക ഫോക്കസ് ചെയ്യുന്ന പോലെ കാണിക്കുന്നത്, എന്തോ പകരം വെട്ടുന്ന പോലെ. എന്തിനാ ഗബ്രി കാണിച്ചത്? ആ കുട്ടിയുടെ ലൈഫാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് അറിയാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ആ സമയത്ത് അതാണ് സ്വാന്തനം അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിന്ന് അവളുടെ പോസിറ്റിവിറ്റി, അവളുടെ സന്തോഷം, അവളുടെ ആ ലോകം ജയിക്കണം എന്നുള്ളത് അത് അവൾ വേറെ ലോകത്ത് വിടണം. അത് വിടാണ്ട് ഇപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം എന്നിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് നിന്നാൽ അത് ശരിയാവുക. കാരണം അതാണ് നെഗറ്റിവിറ്റി പുറത്തേക്ക് പോയിരിക്കുന്നത്. അതന്നെ വീണ്ടും കൂടുതൽ അതിലേക്ക് ചെലുത്തുകയായിരുന്നു ഈ ഗബ്രി. അപ്പോൾ ഗബ്രി ചെയ്ത് വളരെ മോശമല്ലേ? ഗബ്രി ഇങ്ങനെ ചെയ്യരുതായിരുന്നു. പക്ഷേ റസ്മിൻ ഈ പറഞ്ഞത്
അതിന് ഹാറ്റ്സ് ഓഫ്. പക്ഷേ റസ്മിൻ ചെയ്തത് ഇപ്പോഴല്ല, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് റസ്മിൻ കയറിയപ്പോഴും റസ്മിൻ്റെയും കൂടെ ഭാഗമായിരുന്നു. റസ്മിൻ ഒരു ഫ്രണ്ടാണ്, നീ ഒരു ഫ്രണ്ടായിരുന്നോ? അപ്പോൾ ഫ്രണ്ട് ചെയ്യേണ്ടത് എന്താ? ആ ഫ്രണ്ട് ചെയ്യേണ്ട കടമ നീ മറന്ന് ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് ഒരു ദിവസം ബാക്കി നിൽക്കുക ഇപ്പോഴാണ് ചെയ്യുന്നത്. റസ്മിൻ ചെയ്തതും വലിയൊരു തെറ്റാണ്. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, വളരെ ലേറ്റായി. എന്നിട്ട് ഇപ്പോൾ ബാത്റൂമിലേക്ക് അവൾ വിളിച്ചുകൊണ്ട് ജാസ്മിനെ വലിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പറയുന്നുണ്ട്, ജാസ്മിൻ നീ എന്താ കാണിക്കുന്നത്, ഒരു ദിവസം ബാക്കിയുള്ളൂ എന്നിട്ടാണ് പാവൻ കളി എന്നിട്ട്. അപ്പോൾ ജാസ്മിനോട് ഇങ്ങനെ പറയുമ്പോൾ റസ്മിനെ ഇതൊക്കെ പണ്ട് ചെയ്യേണ്ടതല്ലായിരുന്നു, അതല്ലാതെ കാണിച്ചു കൂട്ടിയത്. ജാസ്മിൻ ചെയ്ത് ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? ജാസ്മിൻ കയറി നോക്കാൻ തന്നെ ഗബ്രിയും ആൻഡ് റസ്മിനുമായുള്ള കൂട്ടുകെട്ടാണ്. കാരണം അത് ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി. അതായത് ഇവർ പറയുന്നതാണ് ശരി, ഇവർ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. പിന്നെ അതേ തരത്തിലായിരുന്നു റസ്മിൻ്റെയും ഇത്. റസ്മിൻ എന്താ ചെയ്തത്? ഗബ്രി ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. എന്ത് തന്നെ വന്നാലും ശരി അവരെ പ്രൊട്ടക്റ്റ് അങ്ങനെ കവർ ചെയ്ത്, സപ്പോർട്ട് ഫയർ എന്ന് പറയുന്നത്, സപ്പോർട്ട് എന്ത് വന്നാലും അവരെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്ത് വെക്കുകയെന്ന് അവർക്ക് വേണ്ടി പോയി അവിടെ ഈ കളി കളിച്ച പോലെയായിരുന്നു. അപ്പോൾ അതാണ് ആ കളിയിലാണ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി വന്നത്. അത് ചെയ്യരുതായിരുന്നു. റസ്മിനാണ് ഏറ്റവും വലിയ തെറ്റത് ചെയ്തത്. റസ്മിൻ എല്ലായിടത്തും പല സ്ഥലത്തും കളിച്ചു, പക്ഷേ ഏറ്റവും കൂടുതൽ പാളിയത് ഈ രണ്ട് പേരുടെ ഇടയിലാണ്. അതിനെ ഇവർ രണ്ടുപേർക്കും ഇരയായത് ഈ ജാസ്മിനാണ്. ജാസ്മിനെ ശരിക്കും ഇരയായത് ജാസ്മിനാണ്. അത് ജാസ്മിന് ഇനിയും മനസ്സിലായിട്ടില്ല.